പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ സായങ്കാല വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. കാരണം നാം ഒരിക്കൽ ഇവിടെ നിന്ന് മരിച്ചു പോകും എന്നുള്ള യാഥാർത്ഥ്യം ഓർക്കുമ്പോൾ നാം ഞെട്ടിപ്പോവുകയാണ്. മന്ത്രിമാർ പലരും പലപ്പോഴും ഞെട്ടുന്നത് നാം അറിയുന്നുണ്ട്. മഹാന്മാര് ഇവിടെ നിന്ന് മരിച്ച് മാറുപടി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗാനഗോകുലമായിരുന്ന എസ് ജാനകി തൻ്റെ സുന്ദരമായ ശബ്ദം അവസാനിപ്പിച്ചുകൊണ്ട് ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ എത്രയെത്ര മഹാരഥന്മാർ, മഹതികൾ ഇവിടെ നിന്ന് മരിച്ച് മാറുന്നു. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർ പലരും മരിച്ചുപോയി. അവരെക്കുറിച്ച് പിന്നെ യാതൊരു കേൾവിയും ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഏത് തലങ്ങളിൽ നോക്കിയാലും ശരി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുട്ബോളിന്റെ വലിയ ബഹളമായിരുന്നു. അത്ഭുതങ്ങൾ പലതും നടന്നു. ബോൾ പോലും കയ്യിൽ കൊടുത്തില്ല ശത്രുവിന് എന്നാണ് പറയുന്നത്. അതെന്തുവായിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ജയപരാജയങ്ങളെ എടുത്തുകൊണ്ട് മനുഷ്യവർഗം കുതിക്കുകയാണെന്നിട്ടും ഈ ലോക ജീവിതം വളരെ വേഗം അവസാനിക്കുമെന്നുള്ളതിൽ എല്ലാവർക്കും ഒരഭിപ്രായമാണുള്ളത്. ആയസ് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ നാം എന്താണ് ഇവിടെ നിന്ന് മരിച്ച് മാറുന്നതെന്നുള്ള ഒരു കണക്ക് ജാതകവശാൽ നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ കാണുമെങ്കിലും അതിനെക്കുറിച്ച് ഒരു വലിയ നിശ്ചയമൊന്നും നമുക്ക് ആർക്കുമില്ല. ഒരു നിശ്ചയമില്ല ഒന്നിനും. വരും ഓരോ ദിശ വന്ന പോലെ പോവും. വിരയുന്നു മാനുഷ്യനേതിനോ തിരിയാ ലോക രഹസ്യം ആർക്കുമേ എന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ. എങ്കിലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഈ മരണം, ദുരിതം, ക്ലേശമെല്ലാം കാണുമ്പോൾ നമ്മൾക്ക് പിന്നെയും ജീവിക്കണമെന്നുള്ളതാണ് താല്പര്യം. അത് മനുഷ്യജീവന്റെ പ്രത്യേകതയാണ്. The tremendous clinging on to life exists. നമ്മുടെ പ്രിയ മാതാവും പിതാവും ഒക്കെ മരിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾ പോലും നമ്മെ വിട്ട് കടന്നുപോയ ദുഃഖദിനങ്ങൾ നാം